അങ്ങനെ പറ്റുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ചാക്കോ പോലുള്ള ചില ആൾക്കാരുടെ വിടുവായുത്തങ്ങൾ കേട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ കമ്പനി നമ്പർ 1 കമ്പനിയാണെന്ന് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ GST അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിയമപരമാവുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? GST വെട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എത്ര കമ്പനികളെ വെട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ നികുതി അടച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നേരാമണ്ണം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പൈസ വാങ്ങിയിട്ട് അതിന് നേരാമണ്ണം GST എങ്കിലും സർക്കാരിലേക്ക് അടച്ചുകൂടിയായിരുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ GST അടച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ തട്ടിപ്പുകളും അത് ലീഗലായിട്ട് കൊണ്ടു നടക്കാൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒരു കമ്പനിക്ക് ഒരു GST രജിസ്ട്രേഷൻ ഉണ്ടെന്നും അതുകൊണ്ട് എന്തെങ്കിലും മാസത്തിൽ എന്തെങ്കിലും അടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സും ലീഗലായി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ കേസൊക്കെ വന്ന സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ റെഡീം കൂപ്പണുകൾ കൺസൈൻമെന്റ് അഡ്വാൻസ് ആയി മാറിയതിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ലീഡർമാരോട് ചോദിക്കുന്നില്ല? നിങ്ങളുടെ കയ്യിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ചോ ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പർപ്പസ് തന്നെ മാറിപ്പോകുന്ന കാര്യം നിങ്ങളുടെ ബോണ്ടുകൾ അതൊക്കെ കൺസൈൻമെന്റ് അഡ്വാൻസ് ആയിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? കമ്പനി